ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മോണിറ്ററിസ്റ്റ് വ്യൂ ഓഫ് ഫിലിപ്സ് കർവ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മോണിറ്ററിസ്റ്റ് വ്യൂ ഓഫ് ദ ഫിലിപ്സ് കർവ്. ഫിലിപ്സ് കർവിനെ പറ്റി ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയാത്തവർക്ക് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾ കാണാവുന്നതാണ്. നമുക്ക് മോണിറ്ററിസ്റ്റ് വ്യൂ നോക്കാം. ദ മോണിറ്ററിസ്റ്റ് വ്യൂ ഓഫ് ദ ഫിലിപ്സ് കർവ് പർട്ടിക്കുലർലി ആസ് ഡെവലപ്ഡ് ബൈ എക്കണോമിസ്റ്റ് മിൽട്ടൺ ഫ്രീഡ്മാൻ. ഇദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇദ്ദേഹം ആർഗ്യൂസ് ദാറ്റ് ദ ട്രഡീഷണൽ ഫിലിപ്സ് കർവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഈ ഒരു റിലേഷൻഷിപ്പാണല്ലോ ട്രഡീഷണൽ ഫിലിപ്സ് കർവ് പറയുന്നത്. അതായത് അത് എന്താണെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. വെയർ ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹയർ ഇൻഫ്ലേഷൻ ആൻഡ് വൈസ് വേഴ്സ. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് കുറയുമ്പോഴത്തേക്ക് എന്താ ഇൻഫ്ലേഷൻ കൂടുന്നു. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് കൂടുമ്പോഴത്തേക്ക് ഇൻഫ്ലേഷൻ കുറയുന്നു. ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഈ ഫിലിപ്സ് കർവ് പറയുന്നത്. ഓക്കെ, ഈസ് ഓൺലി വാലിഡ് ഇൻ ദ ഷോർട്ട് റൺ. ഇത് ഷോർട്ട് റണ്ണിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ വാദം. ഇൻ ദ ലോങ് റണ്ണിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ മോണിറ്ററിസ്റ്റ് വ്യൂ സജസ്റ്റ് ദാറ്റ് ദർ ഈസ് നോ ട്രേഡ് ഓഫ്. ഈ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു എന്നുള്ളൊരു ട്രേഡ് ഓഫ്, ആ ഒരു എക്സ്ചേഞ്ച് അവിടെ ഉണ്ടാകില്ല ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. പിന്നെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആൻഡ് ദാറ്റ് അറ്റംപ്റ്റ്സ് ടു എക്സ്പ്ലോയിറ്റ് ദിസ് ട്രേഡ് ഓഫ് വിൽ അൾട്ടിമേറ്റ്ലി ലീഡ് ടു ഹയർ ഇൻഫ്ലേഷൻ. ഇത് അവസാനമായിട്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് ഹയർ ഇൻഫ്ലേഷൻ ഉണ്ടാകും വിത്തൗട്ട് റെഡ്യൂസിങ് അൺഎംപ്ലോയ്മെൻറ്റ് കുറയാതെ തന്നെ ഇൻഫ്ലേഷൻ കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് മോണിറ്ററിസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്കിൻ്റെ കീ പോയിൻറ്റ്സ് നോക്കാം. കീ പോയിൻറ്റ്സ് ഇൻ ദ മോണിറ്ററിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഓക്കെ, അതിൽ ഒന്നാമത്തത് ഷോർട്ട് റൺ ട്രേഡ് ഓഫ് ആണ്. അത് ഷോർട്ട് റൺ ട്രേഡ് ഓഫിൽ ഉണ്ടാകുന്ന അവരും അംഗീകരിക്കുന്നുണ്ട്. മോണിറ്ററിസ്റ്റ് എഗ്രി ദാറ്റ് ഇൻ ദ ഷോർട്ട് റൺ ദർ മേ ബി ആൻ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് റണ്ണിൽ ചുരുങ്ങിയ കാലയളവിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ടാകാം. ഉദാഹരണത്തിന് ഫോർ ഇൻസ്റ്റൻസ് വെൻ ഡിമാൻഡ് ഇൻക്രീസ്, ഡിമാൻഡ് കൂടുമ്പോഴത്തേക്ക് ഫേംസ് ഹയർ മോർ വർക്കേഴ്സ്. ആ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് ഫേംസ് എന്ത് ചെയ്യും? കൂടുതൽ വർക്കേഴ്സിനെ ഹയർ ചെയ്യും, അവർ പണിക്കെടുക്കും ടു മീറ്റ് ദ ഡിമാൻഡ്. ആ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ആ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് റെഡ്യൂസിങ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറയല്ലേ ചെയ്യുന്നത്. ബട്ട് ദിസ് ആൾസോ റൈസസ് വേജ് ആൻഡ് പ്രൈസസ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വേറൊരു പ്രശ്നമുള്ളത് അതുവരെ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? വേജ് കൂടുന്നു. അതായത് ആൾക്കാർക്ക് ലേബേഴ്സിന് കൂടുതൽ ഡിമാൻഡ് വരില്ല, അപ്പോൾ അവർ കൂടുതൽ വേജ് ഡിമാൻഡ് വരും. ഓക്കെ, ആൾസോ റൈസസ് വേജസ് ആൻഡ് പ്രൈസ്. അപ്പോഴത്തേക്ക് ആ ഉൽപ്പന്നത്തിൻ്റെ വിലയും കൂടും. അവർ കൂടുതൽ വേജ് കൊടുക്കേണ്ടി വരുമ്പോഴത്തേക്ക് അത് ആ ഒരു പ്രൊഡക്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. അവർക്ക് വില കൂട്ടിയേ വിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നഷ്ടമല്ലേ? പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലേ അവിടെ വരുന്നത്. അപ്പം വേജസ് ആൻഡ് പ്രൈസസ് ലീഡിങ് ടു ഹയർ ഇൻഫ്ലേഷൻ. അപ്പോൾ ഇത് വീണ്ടും ഇൻഫ്ലേഷനിലേക്ക് നയിക്കും എന്ന് ഇവർ പറയുന്നുണ്ട്. അടുത്തത് ലോങ് റൺ ന്യൂട്രാലിറ്റി ഓഫ് മണിയാണ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു മോണിറ്ററിസ്റ്റ് ഇൻ ദ ലോങ് റണ്ണിൽ ഇൻഫ്ലേഷൻ ഈസ് പ്രൈമർലി ഡിറ്റർമൈൻഡ് ബൈ ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ മണി സപ്ലൈ. അതായത് മണി സപ്ലൈയുടെ ഗ്രോത്ത് റേറ്റ് ആണ് ഏത് തീരുമാനിക്കുന്നത്? ഇൻഫ്ലേഷൻ തീരുമാനിക്കുന്നത്, റാദർ ദാൻ ബൈ എംപ്ലോയ്മെൻറ്റ് ലെവൽ അല്ല. അതാണ് ഇവരുടെ അഭിപ്രായം. ഇൻ അതർ വേർഡ്സ്, അത് വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസിങ് ദ മണി സപ്ലൈ ടു റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് മണി സപ്ലൈ കൂട്ടിയിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുന്ന ഒരു കാര്യമാണല്ലോ, അതായത് ഇൻഫ്ലേഷൻ കൂട്ടിയിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുന്ന കാര്യമാണല്ലോ ഫിലിപ്സ് കർവ് പറയുന്നത്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യാൻ നേരത്ത് വിൽ ഇനിഷ്യലി ലോവർ അൺഎംപ്ലോയ്മെൻറ്റ്. ആദ്യം അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുമെന്ന് അതാണ് പറഞ്ഞത് ഷോർട്ട് റണ്ണിലെ കാര്യം. ബട്ട് വിൽ ഇവൻച്വലി ഓൺലി ലീഡ് ടു ഹയർ ഇൻഫ്ലേഷൻ. അതായത് ക്രമേണ അത് ലോങ് റണ്ണിൽ എത്തുമ്പോഴത്തേക്ക് അത് ഇൻഫ്ലേഷൻ കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത്. ആസ് വേജസ് ആൻഡ് പ്രൈസസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രൈസും വേജസും കൂടിക്കൊണ്ട് ലോങ് റണ്ണിൽ ഇൻഫ്ലേഷൻ കൂടി പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവരുടെ അഭിപ്രായം. അടുത്തത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതായത് മോണിറ്ററിസ്റ്റ് ആർഗ്യൂ ദാറ്റ് ദർ ഈസ് എ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഒരു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എപ്പോഴും അവിടെ ഉണ്ടാകും. ഓർ ദ നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇതിനെ നായിരു എന്ന് വിളിക്കും. ഈ നായിരുവിനെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ഇട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അത് അവിടെ കയറി ക്ലിക്ക് ചെയ്ത് അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എപ്പോഴും ഉണ്ടാകുമെന്നാണ് ഇവരുടെ അഭിപ്രായം. അതായത് വെയർ ദ എക്കോണമി ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ഇവിടെ എക്കോണമി ഇക്വിലിബ്രിയത്തിലായിരിക്കും, മനസ്സിലായില്ലേ? അറ്റ് ദിസ് റേറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് സ്റ്റേബിൾ. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം അൺഎംപ്ലോയ്മെൻറ്റ് സ്റ്റേബിൾ ആണ്. ഓക്കെ, ആൻഡ് ഇൻഫ്ലേഷൻ ഡസ് നോട്ട് ആക്സിലേറ്റ്. അവിടെ ഇൻഫ്ലേഷൻ അവിടെ ആക്സിലേറ്റ് കൂടുന്നില്ല, അൺഎംപ്ലോയ്മെൻറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ നായരു പ്രകാരം. ഇപ്പം ഇങ്ങനെ അറ്റംപ്റ്റ്സ് ടു പുഷ് അൺഎംപ്ലോയ്മെൻറ്റ് ബിലോ ദിസ് നാച്ചുറൽ റേറ്റ് ത്രൂ മോണിറ്ററി പോളിസി. അതായത് മോണിറ്ററി പോളിസിയിലൂടെ എന്തെങ്കിലും ഒരു മോണിറ്ററി പോളിസി ആക്ഷനിലൂടെ അറ്റംപ്റ്റ്സ് ടു പുഷ് അൺഎംപ്ലോയ്മെൻറ്റ് ബിലോ ദിസ് നാച്ചുറൽ റേറ്റ്, ഇതിൻ്റെ താഴേക്ക് അൺഎംപ്ലോയ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഇത് മോണിറ്ററി പോളിസിയുടെ ഉദാഹരണം പറയുന്നത് ഇൻക്രീസിങ് ദ മണി സപ്ലൈ. ഇത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിൽ ഓൺലി ലീഡ് ടു റൈസിങ് ഇൻഫ്ലേഷൻ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇൻഫ്ലേഷൻ കൂടുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്, വിത്തൗട്ട് സസ്റ്റൈനബിൾ റിഡക്ഷൻസ് ഇൻ അൺഎംപ്ലോയ്മെൻറ്റ്. അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കുറയാതെ ഇൻഫ്ലേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഡയഗ്രാം കാണിക്കുമ്പോൾ ഞാൻ പറയാം.
അടുത്തെന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻസ് ആൻഡ് ദ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഓവർ ടൈം വർക്കേഴ്സ് ആൻഡ് ബിസിനസ്സസ് അഡാപ്റ്റ് ദെയർ എക്സ്പെക്ടേഷൻസ് എബൌട്ട് ഇൻഫ്ലേഷൻ. അതായത് ബിസിനസ്സസും വർക്കേഴ്സ് എന്ത് ചെയ്യും, അവർ ഇൻഫ്ലേഷനെ കുറിച്ച് ഉള്ള എക്സ്പെക്ടേഷൻസ് അവർക്കുണ്ടാവും. അതായത് ഇഫ് ദേ എക്സ്പെക്ട് ഹയർ ഇൻഫ്ലേഷൻ, ഫ്യൂച്ചറിൽ ഇൻഫ്ലേഷൻ അതായത് പണപ്പെരുപ്പം ഉണ്ടാകാൻ പോകണു എന്ന് അവർ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ അഡ്ജസ്റ്റ് വേജസ് ആൻഡ് പ്രൈസസ് അക്കോർഡിംഗ്ലി. അതായത് വർക്കേഴ്സ് വേജ് അഡ്ജസ്റ്റ് ചെയ്യും, ബിസിനസ്സസ് എന്ത് ചെയ്യും, അവരുടെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യും, അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ പ്രശ്നമുള്ളത് നള്ളിഫൈങ് ദ ഇമ്പാക്റ്റ് ഓഫ് മോണിറ്ററി പോളിസി ഓൺ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റിൽ ഒരു മോണിറ്ററി പോളിസി കൊണ്ടുവരുമല്ലോ, അപ്പോൾ ഈ മോണിറ്ററി പോളിസിയുടെ മേൽ, അതായത് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ മേൽ കൊണ്ടുവരുന്ന ഈ മോണിറ്ററി പോളിസിയുടെ ആ ഒരു ഇമ്പാക്റ്റ് കുറച്ച് കളയും. അത്ര മോണിറ്ററി പോളിസി അത്ര എഫക്റ്റീവ് അല്ലാതെ പോകും. അങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാവും. അപ്പം ദിസ് ഫോംസ് ദ ബേസിസ് ഓഫ് ദ എക്സ്പെക്ടേഷൻസ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ്. അതായത് ഇതാണ് എക്സ്പെക്ടേഷൻസ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇങ്ങനൊരു എഫക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ട്. ഓക്കെ, വിച്ച് ഷോസ് ദാറ്റ് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ഷിഫ്റ്റ് ദ കർവ് ആൻഡ് എറോഡ് ദ ഷോർട്ട് റൺ ട്രേഡ് ഓഫ്. അതായത് ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ ഷോർട്ട് റണ്ണിൽ ഉണ്ടാകുന്ന ഒരു ട്രേഡ് ഓഫ് ഇല്ലേ, അതിനെ എറോഡ് ചെയ്ത് അതിനെ ഇല്ലാണ്ടായി കളയും ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള ഷോർട്ട് റണ്ണിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഈ സിറ്റുവേഷനാണ് എക്സ്പെക്ടേഷൻസ് ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് ഡയഗ്രം നോക്കാം. ഇതിൽ എക്സ് ആക്സിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും വൈ ആക്സിൽ ഇൻഫ്ലേഷൻ റേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ യെല്ലോ ലൈൻസ്, അതായത് R0, R1, R2 അതൊക്കെ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആണ് കേട്ടോ. അതായത് ലോങ് റൺ ഫിലിപ്സ് കർവ് എന്ന് വെച്ചാൽ ആ ഗ്രീൻ കളർ, അതായത് വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ആ ഗ്രീൻ കളറാണ് ലോങ് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. അതിൽ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കാണിച്ചിരിക്കുന്ന 5.5 ആണ്. അതായത് ഇതാണ് ഇത് ഫ്യൂച്ചർ, അതായത് ലോങ് റണ്ണിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഫിക്സ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത്. അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുന്നതിനുള്ള മോണിറ്ററി പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലേഷൻ കൂടുക മാത്രമാണ് ചെയ്യുന്നത്. അതാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ 2.8 എന്നുള്ള ഒരു ഇൻഫ്ലേഷൻ റേറ്റിൽ നിന്നും 5.6 എന്നുള്ള ഇൻഫ്ലേഷൻ റേറ്റിലേക്ക് കൂടുകയാണ് ചെയ്യുന്നത്. നമുക്കിനി ഇതിൻ്റെ സമ്മറി നോക്കാം. ദ മോണിറ്ററിസ്റ്റ് വ്യൂ ഓഫ് ദ Phillips curve suggests that while monetary policy can affect unemployment and inflation in the short run, ഷോർട്ട് റണ്ണിലാണ് മോണിറ്ററി പോളിസിക്ക് ഇൻഫ്ലേഷനെയും അൺഎംപ്ലോയ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇറ്റ് കനോട്ട് ഡു സോ ഇൻ ദ ലോങ് ടേം. അത് ലോങ് ടേമിൽ അങ്ങനെ ഈ ഇൻഫ്ലേഷനെയും അൺഎംപ്ലോയ്മെൻറ്റിനെയും അഫക്റ്റ് ചെയ്യാൻ ഇതിന് കഴിയത്തില്ല, മോണിറ്ററി പോളിസി കഴിയത്തില്ല. ദ ലോങ് റൺ ഫിലിപ്സ് കർവ് അക്കോർഡിംഗ് ടു മോണിറ്ററിസ്റ്റ്, ഇവിടെ അഭിപ്രായത്തിലുള്ള ലോങ് റൺ ഫിലിപ്സ് കർവാണ് ഞാൻ നേരത്തെ ചിത്രത്തിൽ കാണിച്ചത്. അതിൽ നമുക്ക് കാണാം ഈസ് വെർട്ടിക്കൽ അറ്റ് ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് അത് വെർട്ടിക്കലായിട്ട് നിൽക്കുകയാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മീനിങ് ദാറ്റ് ദർ ഇസ് നോ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ ലോങ് റൺ. അതിൻ്റെ അർത്ഥം എന്താണ്? ലോങ് റണ്ണിൽ അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും തമ്മിൽ ഒരു ട്രേഡ് ഓഫ്, ഒരു എക്സ്ചേഞ്ച് നടക്കുന്നില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.